ഹായ് ഹലോ ഗായ്സ് ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. നമ്മൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒമാനിലോട്ടാണ്. അപ്പോൾ ഞാനിപ്പം നിൽക്കുന്നത് ദുബായിലാണ്. ദുബായിൽ നിന്ന് ഒമാനിലോട്ട് പോകുന്നത് വിസ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 മാസത്തെ വിസ മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ദിവസം നമുക്കിവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് എക്സിറ്റ് ആവണമെങ്കിൽ നമ്മൾ വേറൊരു രാജ്യത്ത് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒമാനിലോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്നത് ബസ്സിലാണ്. അപ്പോൾ ഇപ്പോൾ അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ കറക്റ്റ് 7:30 ആകുമ്പോൾ തന്നെ വണ്ടി ഇവിടെ നിന്ന് എടുക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ബസ്സിൻ്റെ അകത്ത് അവർ എല്ലാവരെയും ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ബസ് ഫുള്ളായപ്പോൾ തന്നെ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 7:30 എന്ന് പറഞ്ഞൊരു സമയമായപ്പോൾ തന്നെ അവർ ഇവിടെ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ദുബായിൽ നിന്ന് നമ്മൾ ഒമാനിലോട്ട് പോകുന്നത് 2 ബസ്സിലായിട്ടാണ്. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന ബസ്സിലാണെങ്കിൽ ഓൾമോസ്റ്റ് ആ യാത്രക്കാർ മുഴുവനും ഫുള്ളായിരുന്നു. മറ്റേ ബസ്സിലാണെങ്കിൽ പകുതി യാത്രക്കാരെ മാത്രമേ അവർ കൊണ്ടുപോകുന്നുള്ളൂ. പകുതി യാത്രക്കാരെ എന്തിനാണ് അവർ ഇങ്ങനെ പകുതി യാത്രക്കാരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒമാനിൽ ഇപ്പോൾ അവിടെ കുറച്ച് പേര് ഒമാനിൽ നിന്ന് ഇങ്ങോട്ട് ദുബായിലോട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവരെയും കൂടെ തിരിച്ച് കൊണ്ടുവരാനായിട്ടാണ് ഇവിടെ നിന്ന് അവർ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബായ് ഫ്രെയിമാണ്. ദുബായ് ഫ്രെയിമിനൊക്കെ നമ്മൾ പിന്തള്ളിക്കൊണ്ടാണ് നമ്മൾ നേരെ പോകുന്നത് ഒമാൻ്റെ ബോർഡറിലോട്ടാണ്. നമ്മൾ ഹത്ത വഴിയാണ് ഒമാൻ്റെ ബോർഡറിലോട്ട് പോകുന്നത്. അപ്പോൾ ഹത്തയിൽ ആ വഴി നമ്മൾ പോകുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് മലപ്രദേശങ്ങൾ കാണാൻ പറ്റും, മരുഭൂമി കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പള്ളിയാണ്. അപ്പോൾ പള്ളി കണ്ടപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കൂടെ വീഡിയോസിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഹൈവേ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്, ഒരു രക്ഷയില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മൾ ബോർഡർ എത്താറായതുകൊണ്ടാണ് ഇങ്ങനെ മലപ്രദേശങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കൂടുതലും. അപ്പോൾ ഹത്തയിൽ ഈ ഇപ്രാവശ്യം ദുബായിൽ പോയപ്പോൾ ഹത്തയിലൊരു ഡാമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഡാമിലൊക്കെ പോകണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാനിങ്. പക്ഷേ നമുക്ക് ഡാമിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. നമുക്ക് ഒട്ടകങ്ങളൊക്കെ ദൂരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഒമാനിലോട്ട് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ബോർഡറിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തൂലേ, ആ സമയത്ത് നമുക്ക് കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. കാര്യം വേറെ ഒന്നുമല്ല, വീഡിയോസ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ 2000 ദിർഹംസാണ് ഇവിടെ ഇവർ നമുക്ക് ഫൈൻ അടിച്ച് തരുന്നത്. 2000 ദിർഹംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 44,000-45,000 രൂപയോളം വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ബോർഡറിൻ്റെ ആ ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ എക്സിറ്റ് ആയതിന് ശേഷം എന്തൊക്കെയായിരുന്നു പ്രൊസീജിയർ എന്ന് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ കറക്റ്റ് ഹത്തയിൽ എത്തിയിരിക്കുകയാണ്. ഹത്തയും പിന്തള്ളിക്കൊണ്ട് നമ്മൾ നേരെ ഇപ്പോൾ ബോർഡറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതാ നമ്മൾ യാത്ര ചെയ്ത ബസ് ഇതൊക്കെയാണ്. 2 ബസ്സുണ്ട്. 2 ബസ്സും നല്ല അടിപൊളി ബസ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ബസ്സിൻ്റെ അകത്ത് കയറി നിങ്ങൾക്ക് കുറച്ചുകൂടെ അകം കാഴ്ചകളൊക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതാണ് ബസ്. നല്ല അടിപൊളി ബസ്സായിരുന്നു. നമുക്ക് യാത്ര ചെയ്യാൻ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഏതാണ്ട് 10 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തെന്ന് തോന്നുന്നു. എന്നിട്ടും നമ്മൾ ക്ഷീണിച്ചില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ഒമാൻ്റെ അകത്തുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ്. നമ്മൾ ഒമാൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട്. നമ്മളിതാ ബൈ റോഡ് വഴിയല്ലേ ഒമാൻ്റെ അകത്തോട്ട് കയറിയത്. അപ്പോൾ എന്താണ് ദുബായ് ഇമിഗ്രേഷൻ്റെ അകത്ത് നടന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ദുബായ് ഇമിഗ്രേഷനിൽ എത്തിയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്നും പാസ്പോർട്ട് നമ്മുടെ ഡ്രൈവർ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ ദുബായ് ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഒരു 20-25 മിനിറ്റിന് ശേഷം ഡ്രൈവർ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ പോലീസ് ഇപ്പോൾ വരും, ദുബായ് ഇമിഗ്രേഷൻ പോലീസ് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നു, അയാൾ നമ്മുടെ പേര് വിളിച്ച് തിരിച്ച് നമ്മുടെ പാസ്പോർട്ട് കയ്യിൽ തന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചു എക്സിറ്റിൻ്റെ സ്റ്റാമ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു പാസ്പോർട്ടിൽ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എക്സിറ്റിൻ്റെ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ദുബായിൽ നിന്ന് എക്സിറ്റ് ആയിരിക്കുകയാണ്, UAE നിന്ന് ഇപ്പോൾ എക്സിറ്റായി, നിങ്ങൾ ഇനി അടുത്ത് പോകുന്നത് ഒമാൻ്റെ എമിഗ്രേഷൻ ഓഫീസിലാണെന്ന് പറഞ്ഞു. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിൾ പരിപാടിയായിരുന്നു. അവിടെ പാസ്പോർട്ട് നമ്മുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് പോയി പോലീസ് വന്ന് തിരിച്ച് തന്ന് പാസ്പോർട്ട്, എന്നിട്ട് എക്സിറ്റിൻ്റെ സ്റ്റാമ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഒമാൻ്റെ എമിഗ്രേഷൻ അകത്ത് കയറിയപ്പോൾ നമ്മൾ എമിഗ്രേഷൻ ഓഫീസിൻ്റെ അകത്ത് പോയിട്ട് അവർ നമ്മുടെ വിസയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് പാസ്പോർട്ടിൽ എൻ്റർ സീലടിച്ച് തന്നു. അങ്ങനെ നമ്മൾ ഒമാൻ്റെ അകത്തോട്ട് ഒഫീഷ്യലായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്
ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഒരു സ്റ്റേ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. അപ്പോൾ 3 ദിവസം വരെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് നമുക്ക് താമസിക്കാനായിട്ട് പറ്റും. വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് സമയം കുഴപ്പമില്ലാതെ അത്യാവശ്യം പോകുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം എത്ര റൂമുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ അകത്ത് 4 ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ ഈ കാണുന്നതാണ് എൻ്റെ ബെഡ്. ഞാൻ എൻ്റെ ബാഗും കുപ്പിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ റൂംമേറ്റ് ചേട്ടന്മാരാണ്. ഒരു തമിഴ് ചേട്ടനും ബാക്കി എല്ലാവരും മലയാളികളായിരുന്നേ. അപ്പോൾ ഇവിടെ AC ഉണ്ട്, ഫാനുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ സുഖമായിട്ട് റെസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ പുറം കാഴ്ചകളാണ് നമ്മളിപ്പോഴീ കാണുന്നത്. നമ്മൾ ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് ഇതുവരെ വരാനായിട്ട് ഏതാണ്ട് 5 മണിക്കൂറോളം നമുക്ക് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചു പോകണമെങ്കിലും ഇത്രയും ടൈം എടുക്കുന്നുണ്ട് നമുക്ക്. പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഹോട്ടലുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ പോയിട്ട് വേണം കഴിക്കാൻ. ഇവിടെ നിന്ന് ഒരു 500 മീറ്ററോളം നടക്കാനായിട്ടുണ്ട്. ഇവിടെ അടുത്തില്ല, കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ ഒമാൻ്റെ ഇവിടെ നിന്നും കുറച്ച് മണ്ണെടുക്കണമെന്നുണ്ട്. മണ്ണെടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി സോക്കേഷിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് 7 മണിയായപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ദുബായിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ദുബായിൽ നിന്ന് ഒമാനിലോട്ട് വരുന്നതും ഒമാനിൽ നിന്ന് തിരിച്ച് ദുബായിലോട്ട് പോകുന്നതും ഉള്ള കാഴ്ചകളാണ്. അപ്പോൾ വിസ ചേഞ്ചിന് വേണ്ടിയിട്ട് ആണ് നമ്മളിപ്പോൾ ഒമാനിലോട്ട് വന്നിരിക്കുന്നത്. ഒരൊറ്റ ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ വിസ ചേഞ്ചിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി. ചെറിയ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വേറെ വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്ന ചേട്ടന്മാർക്കൊക്കെ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴി. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊന്നും അറിഞ്ഞൂടല്ലോ അവർക്ക്. വിസ ചേഞ്ച് ബസ്സിൽ ഇങ്ങ് വരണം, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ ചിലർക്കൊക്കെ ആണെങ്കിൽ വിസ കിട്ടാൻ 3 ദിവസത്തെ ടൈമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ 3 ദിവസത്തെ സ്റ്റേ നമുക്കവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ വിസ കിട്ടി. നമ്മൾ എക്സിറ്റായി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിസ അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൂട്ടത്ത് വന്ന എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ തിരിച്ച് നമ്മളിതാ ദുബായിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ 11:30 അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. എനിക്കറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.